നമസ്കാരം. ഇന്ന് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഈ അഭിമുഖത്തിന് എത്തിച്ചേർന്ന ഡോക്ടർ അപർണ നങ്ങ്യാർക്ക് ഒരുപാട് സ്വാഗതം. താങ്ക് യു. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. 1000 വർഷത്തിലേറെയായി സ്ത്രീകൾ വേദിയിൽ സജീവമായി വേഷമിടുന്ന ഏകൊരു പുരാതന സംസ്കൃത നാടകവേദിയാണല്ലോ കൂടിയാട്ടം. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടുന്ന മറ്റു കലകളിലുപരി കലകളിന് പകരം നിന്ന് വ്യത്യസ്തമായി നങ്ങ്യാർമാരുടെ സാന്നിധ്യം കൂടിയാട്ടത്തിൻ്റെ എസ്തെറ്റിക് അല്ലെങ്കിൽ വൈകാരികതയെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുള്ളത്? അതായത് ഇത് സംസ്കൃത നാടക അഭിനയമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നാടകം അവതരിപ്പിക്കുമ്പോൾ അതിലുള്ള വാക്യങ്ങളും ശ്ലോകങ്ങളും അതാത് കഥാപാത്രം തന്നെ ചൊല്ലി അഭിനയിക്കുകയാണ്. ഇതര കലാരൂപങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നണി എന്താ പറയുക, കലാകാരന്മാരാണ് വാചിക അഭിനയം കൈകാര്യം ചെയ്യുക. കൂടിയാട്ടത്തിൽ അങ്ങനെയല്ല. വാചിക അഭിനയവും അഭിനേതാവ് തന്നെയാണ് ഏറിയ പങ്കും കൈകാര്യം ചെയ്യണം. അപ്പം സ്ത്രീ കഥാപാത്രങ്ങൾ വേഷം സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. സ്ത്രീ കഥാപാത്രങ്ങളുടെ വാക്യങ്ങളും ശ്ലോകങ്ങളും ചൊല്ലി അഭിനയിക്കണം എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട്. പിന്നെ പുരുഷ കഥാപാത്രങ്ങൾക്ക് പകരം സ്ത്രീ കഥാപാത്രങ്ങൾ തിരിച്ചുമില്ല. സ്ത്രീ കഥാപാത്രങ്ങൾ പുരുഷ കഥാപാത്രങ്ങളുടെ വേഷം കെട്ടുന്ന സമ്പ്രദായവും പണ്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. പുരുഷന്മാരുടെ ഒരു ഇല്ലായ്മ അല്ലെങ്കിൽ അവിടെ ഒരു കൂടിയാട്ടം ഉണ്ടാകുമ്പോൾ അവിടെ ഇന്ന വേഷം കെട്ടാൻ ഇന്ന ആളില്ല എന്നുള്ളൊരവസ്ഥ ഇല്ല. അതിന് പകരം സ്ത്രീ ചെയ്യേണ്ട ഒരവസ്ഥയില്ല. തിരിച്ച് പുരുഷന്മാരും ഇങ്ങോട്ടും കെട്ടാറില്ല. കാരണം സ്ത്രീകളും അന്ന് സജീവമായിട്ട് രംഗത്ത് ഉണ്ടായിരുന്നു. അത് അന്ന് അവർ സംസ്കൃതം ഇതിന് ബേസിക്കായിട്ട് സംസ്കൃതം പഠിച്ചാലേ ഇത് നമ്മൾ വിചാരിക്കണ പോലെ വായിൽ ചൊല്ലാനായിട്ട് വരുള്ളൂ. അപ്പം അന്ന് ഇതിനു വേണ്ടി പ്രയോഗ രംഗത്ത് ഉണ്ടായിരുന്ന സ്ത്രീകൾ ബേസിക്കായിട്ടുള്ള സംസ്കൃതവും പഠിച്ചിരുന്നു. ചൊല്ലേണ്ട സമ്പ്രദായവും ഒക്കെ പഠിച്ച് വളരെ രംഗത്ത് അത് വളരെ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യം. 1000 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നൊരു സാമൂഹിക സാഹചര്യം ഇതുപോലെയല്ല. അപ്പൊ അത് എന്താ പറയണ്ടത്, അത് വേറൊരു കലാരൂപത്തിലും എനിക്ക് തോന്നുന്നില്ല എത്ര സജീവമായിട്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അതിന് ശേഷമായിരിക്കാം ഇതര കലാരൂപങ്ങളിൽ ഇപ്പൊ മറ്റേ ഡാൻസ് പോലുള്ളതിലൊക്കെ സ്ത്രീകൾ മുമ്പോട്ട് വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക്. അപ്പോൾ ആസ് എ വർക്കിംഗ് ലേഡി, ആസ് എ ടീച്ചർ, നമ്മൾ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയിൽ മുഴുകി സകല സമയവും കലയിൽ മുഴുകിയിരിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു പണ്ടത്തെ തലമുറയ്ക്ക്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ടുഡേ യു ബാലൻസ് യുവർ പ്രൊഫഷൻ ആൻഡ് ആർട്ട്, രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണ്. സോ ഹൗ ഡു യു ഡു ഇറ്റ്? അതൊരു ചോദ്യമാണ്. കാരണം എന്നെ സംബന്ധിച്ച ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു 7-8 വയസ്സ് മുതൽ കൂടിയാട്ടം പഠിക്കാൻ തുടങ്ങി. 10-15 വർഷത്തോളം ചിട്ടയായ ഗുരുകുല സമ്പ്രദായത്തിൽ പഠിച്ചു എന്നുള്ളത് എനിക്ക് ഇന്നും ഞാൻ രംഗത്ത് ചെയ്യുന്ന എൻ്റെ ഒരു ബലമാണത്. ആ അഭ്യാസമാണ് ഇന്നും എൻ്റെ ശരീരത്തിൽ ഉറച്ചു കിടക്കണത്. അതുകൊണ്ട് എന്താ പറയേണ്ടത്, ബാലൻസ് ചെയ്യൽ എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാര്യം ആ കൂടിയാട്ട പഠനകാലത്ത് അക്കാഡമിക് പഠനങ്ങൾക്ക് ഞാൻ കുറച്ച് പ്രാധാന്യം കൊടുത്തിരുന്നുള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു കോളേജിൽ ഡിഗ്രി ഞാൻ വേറെ വിഷയമായിരുന്നു എടുത്തിരുന്നത്. അതെന്താന്ന് വെച്ചാൽ കൂടുതലായിട്ടും ദൂരെ പോയി പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ എടുത്ത് പഠിച്ച സംസ്കൃതം പഠിക്കാൻ തന്നെയായിരുന്നു എനിക്ക് പണ്ടും ഇഷ്ടം. ദൂരെ പോയി കഴിഞ്ഞ് ഇവിടുത്തെ പല ക്ലാസ്സുകളും പലതും സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ള അവസ്ഥയിൽ വന്നിട്ടാണ് അങ്ങനെ എടുത്തത്. അതിനുശേഷം പിന്നെ വേദാന്തം എന്ന് പറയുന്ന വിഷയം എപ്പോഴും എനിക്ക് ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഏത് വിഷയത്തിനോട് നമുക്ക് അഗാധമായ പ്രണയം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ബാരിയർ അല്ല, ഒരു ബുദ്ധിമുട്ടല്ല. നമുക്കതിന് നമ്മൾ തന്നെ സമയം കണ്ടെത്തുകയും പഠിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് എത്തിയപ്പോഴേക്കും കൂടിയാട്ടത്തിന്റെ പ്രധാനപ്പെട്ട അഭ്യാസം ഇതൊക്കെ നമ്മൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് ഉപരിപഠനം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ അത് നമുക്കതിനോടുള്ള ഒരു എന്താ പറയണ്ട, പലപ്പോഴും ചിലപ്പോൾ കോളേജിൽ ക്ലാസ്സുകൾ മിസ്സാവും. അതിപ്പോൾ ടീച്ചേഴ്സിനോട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്താലും നമ്മൾ പഠിപ്പിലോ പരീക്ഷയിലോ നമ്മളത് കാണിക്കാറില്ല. നമ്മളത് എങ്ങനെയെങ്കിലും മേക്കപ്പ് ചെയ്യും. അത് കൂടിയാട്ടത്തിന് വേണ്ടി സംസ്കൃതം ബേസിക്കായിട്ട് പഠിച്ചത് കൊണ്ട് ഡിഗ്രി വേദാന്തം അല്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. വേദാന്ത വിഷയങ്ങളുടെ ടെക്സ്റ്റുകൾ പഠിച്ചില്ല എന്നുള്ളൂ അമ്മയ്ക്ക് പോയപ്പോൾ. പക്ഷെ അത് ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കുകയും പരമാവധി എന്താ പറയണ്ട കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടും ഒരു രസമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്കത് സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല, സാധിക്കും എന്നുള്ളത് തന്നെയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു കോൺഫറൻസ് ക്രൈസ്റ്റിൽ രംഗകലയുടെ ഈ കോൺഫറൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം?
തീർച്ചയായിട്ടും നല്ലൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ആംബിയൻസ് വളരെ എന്താ പറയുക, ഒരു പ്ലീസിങ് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. കോളേജ് എപ്പോഴും എൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന, ഞാൻ പ്രവർത്തിക്കുന്നത് അതായതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അതിന് വേറൊരു മാധുര്യം അതിനുണ്ട്. പിന്നെ ഇവിടുത്തെ ഓഡിയൻസ് ആയാലും ഇവിടെ മൊത്തത്തിലുള്ള ഒരു എന്താ പറയണ്ടേ, ആ ഒരു സംഘാടനം എന്ന് പറയുന്നതും വളരെ വളരെ മികച്ച, വളരെ നല്ല രീതിയിൽ കലാകാരന്മാർക്ക് മനസ്സിന് സപ്പോർട്ടീവായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു. വളരെ നല്ലതായിരുന്നു. ഇത്രയും മധുരമേറിയ വാക്കുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി. അഭിമുഖം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.